നേരെ മറിച്ച് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, അതേ സമയത്തിന് വേറൊരാൾ വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ലോഗിൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ടെർമിനേറ്റ് ആയിട്ട് പോവാണ്. ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടിംഗ് പിപ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഹിഡൻ റൂൾസിനെ കുറിച്ചിട്ടും ഏത് അക്കൗണ്ടാണ് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പാസ് ചെയ്യാൻ എളുപ്പം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമ്മൾ ഫണ്ടിംഗ് പിപ്സിന്റെ ഫണ്ടഡ് അക്കൗണ്ട് ഗീവ് അവേ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബിലുള്ള ഓഡിയൻസിനാണ് ഞാൻ തരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബും അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതാണ്. എത്രയൊക്കെ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്, ഏത് ദിവസമാണ് കൊടുക്കുക, അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയാസ് എല്ലാം ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണും കാര്യങ്ങളെല്ലാം ക്ലിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫണ്ടിംഗ് പിപ്സിന്റെ റിവ്യൂ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതേപോലെ റൂൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഫണ്ടിംഗ് പിപ്സിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടിൽ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ബൈ ചെയ്യാനും പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫണ്ടിംഗ് പിപ്സിന്റെ ഈ ഒരു ഒഫീഷ്യൽ പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാകുക. അതേപോലെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂപ്പൺ കോഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് അക്കൗണ്ട് പർച്ചേസിലാണെന്നുണ്ടെങ്കിൽ 5% നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ച് ഫീസിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. അതേപോലെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടിംഗ് പിപ്സ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും കമന്റ് ചെയ്യാം. ഈ ഒരു കമന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ ഒരു ഗിവ് അവേയും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഫണ്ടിംഗ് പിപ്സിന്റെ ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാം. ആദ്യം അക്കൗണ്ട് ടൈപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് റൂൾസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് 3 ടൈപ്പ് അക്കൗണ്ട്സ് ആണ് ഫണ്ടിംഗ് പിപ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 0 അക്കൗണ്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, എന്താണ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ടാവും. നോർമലി നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇവാലുവേഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടായത്. ബട്ട് ഇപ്പം നമുക്ക് ഡയറക്റ്റ് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിലുള്ള ചാൻസസും കാര്യങ്ങളും ഒരുപാട് ഫേമും കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഫണ്ടിംഗ് പിപ്സും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിൽ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു 10K അക്കൗണ്ട് പർച്ചേസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് $99 കൊടുത്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് കാണുന്നത് നമുക്ക് ഇവിടെ കണ്ടോ ഒന്നും കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇതൊരു മാസ്റ്റർ അക്കൗണ്ട് ആണ്. നമുക്ക് എടുക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസും കാര്യങ്ങളും നമുക്ക് പേ ഔട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. 3% ഫസ്റ്റ് ഉണ്ടാക്കേണ്ട ലോക്കും കാര്യങ്ങളാണെന്നുണ്ടാവും. ഓക്കെ, അത് പേ ഔട്ടോ കാര്യങ്ങളും 3% എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ടേംസ് ഓഫ് യൂസിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് മാക്സിമം ലോസ് 5% ആണ് വരുന്നത്. വളരെ കുറവാണ് ആ ഒരു മാക്സിമം ലോസ് ഇവിടെ കാണുന്നത്. അതേപോലെ മാക്സിമം ഡെയിലി ലോസ് 3% ആണ് വരുന്നത്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 7 ആണ്. 7 ഡേയ്സിന് ശേഷമായിരിക്കും നമുക്ക് പേ ഔട്ടും കാര്യങ്ങളിലും റിക്വസ്റ്റോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺസിസ്റ്റൻസി ഓൺ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനും കൂടിയുണ്ട് 50%. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതാണ്. പല ആൾക്കാരും മാസ്റ്റർ അക്കൗണ്ടിൽ ഡയറക്റ്റ് പോകുന്നുണ്ട്, പക്ഷേ ഈ ഒരു റൂൾസ് അറിയാതെ പേ ഔട്ടോ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഒരു 15% എന്നുള്ള രീതിയിൽ ഒരു കണക്കും കാര്യങ്ങളുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ചെറിയൊരു വീഡിയോ ആയിട്ട് അതിന് തന്നെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ലിവറേജ് കാണാൻ പറ്റുന്നത് 1:50 ആണ് കാണാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, അതേപോലെ നമുക്ക് പേ ഔട്ട് ആയിട്ട് ബൈ വീക്കിലെല്ലാം 95% അവൈലബിൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 2 അക്കൗണ്ട്സ് ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുന്ന ഇവാലുവേഷൻ സ്റ്റേജ്, മാസ്റ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇവാലുവേഷൻ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻറ് ഫേസ് ആണ്. നമുക്ക് അവിടെ 10% ടാർഗറ്റ് അച്ചീവ്മെന്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ മാക്സിമം ലോസ് ഇവിടെ 6% ആണ്. ഫസ്റ്റ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാക്സിമം ട്രേഡിംഗ് ലോസ് വരുത്താൻ പറ്റുന്നത് 6% ആണ്. മാക്സിമം ഡെയിലി ലോസ് 3% ആണ് പറ്റുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് മാക്സിമം ലോസ് വളരെ കുറവാണ് കാണിക്കുന്നത്. ഓക്കെ, മിനിമം ട്രേഡിംഗ് ഡേയ്സ് 3 ദിവസം നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്തിരിക്കണം. അതായത് 3 ദിവസം നമ്മൾ ട്രേഡ് എടുത്തിരിക്കണം എന്നുള്ള റൂളും കൂടി അവർ വെക്കുന്നുണ്ട്. അതേപോലെ ലിവറേജ് നമുക്ക് 1:30 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്ക് മാസ്റ്റർ അക്കൗണ്ടിൽ ഇവിടെ 0-ൽ 1:50 കിട്ടുന്നുണ്ട്. ഇവിടെ ലിവറേജ് കുറച്ചും കൂടി കുറവാണ്, 1:30 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഒരു 10K അക്കൗണ്ട് പർച്ചേസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ $99 കൊടുത്തിട്ട്, അതായത് $99 കൊടുത്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടോ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. 100K ആണെന്നുണ്ടെങ്കിൽ $555 ആയിരിക്കും നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഇനിയിപ്പോൾ 2 സ്റ്റെപ്പിൽ പോകുന്ന സമയത്ത് 3 സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. 2 സ്റ്റുഡൻറ് ഫേസും ഒരു മാസ്റ്റർ അക്കൗണ്ട് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 8% ആണ് നമുക്ക് ചോദിക്കുന്നത്. അതേപോലെ സെക്കൻഡ് ഫേസിൽ 5% ആണ്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു 13%, 13% നമ്മൾ ഗെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഈ ഒരു അക്കൗണ്ടിൽ.
മാക്സിമം ട്രേഡിംഗ് ലോസ് ഇവിടെ അടിപൊളിയാണ്, നമുക്ക് 10% കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു നല്ലൊരു റിസ്ക് പെർസെൻറ്റേജ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മാക്സിമം ഡെയിലി ലോസ് ഇവിടെ 5% കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എല്ലാ ആൾക്കാർക്കും ചൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു അക്കൗണ്ടാണ് ഈ ഒരു ടു സ്റ്റെപ്പ് അക്കൗണ്ട്. റീസൺ നമുക്ക് ഈ ഒരു മാക്സിമം ലോസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഈ ഒരു മാക്സിമം ലോസും ഡെയിലി ലോസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡെയിലി ഒരു 2% റിസ്ക് ചെയ്തുകൊണ്ട് മറ്റേതെല്ലാം ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ മാക്സിമം ലോസ് നമുക്കൊരു കൺസിക്യൂട്ടീവ് ആയിട്ടൊരു ലൂസിങ് സ്ട്രീക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് അടിപൊളിയാണ്, നമുക്ക് 10% റിസ്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ. ഓക്കെ, അതേപോലെ തന്നെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് നമുക്കിവിടെ 3 ഡേയ്സ് കാണാൻ പറ്റുന്നുണ്ട്. 3 ദിവസം നമ്മൾ ആ ഒരു ട്രേഡിങ് കാര്യങ്ങളും 2 ഫേസിലും സ്റ്റുഡൻറ്റിൻ്റെ 2 ഫേസിലും നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതേപോലെ ലിവറേജ് ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന 1:100 നമുക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ലിവറേജും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ റിവാർഡ് സൈക്കിൾ നോക്കലാണെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ 60%, വീക്കിലെ പേ ഔട്ടും ഡിമാൻഡും അതേപോലെ മന്ത്ലി പേ ഔട്ടും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. മന്ത്ലി 100% എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് റിസ്ക് ആണ്, നമ്മൾ കരുതുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളതല്ല. ഓക്കെ, നമ്മൾ ആ ഒരു മന്തെല്ലാം ട്രേഡ് ചെയ്യാതെ ആ ഒരു ലോക്ക് ചെയ്ത് പ്രോഫിറ്റും കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് ഫണ്ട് നോക്കലാണ്. ഇപ്പോൾ ഒരു 10K ആണെന്നുണ്ടെങ്കിൽ $66 കൊടുത്ത് നമുക്കിത് പേയ്മെൻറ്റും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ 100K ആണെന്നുണ്ടെങ്കിൽ $529 നമുക്ക് പേ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ കൂപ്പൺ കോഡും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കലാണെന്നുണ്ടെങ്കിൽ ഇതിൽ 5% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അക്കൗണ്ടിൻ്റെ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ഫേസിൽ ഫണ്ടിംഗ് പിപ്സ് ഒന്നും ഫണ്ടിംഗ് പിപ്സ് പ്രോ എന്ന് പറഞ്ഞ 2 അക്കൗണ്ട്സ് ഉണ്ട്. ഇവിടെ വരുന്ന ചേഞ്ചസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫണ്ടിംഗ് പിപ്സിൻ്റെ ഒരു സ്റ്റേജും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഫണ്ടിംഗ് പിപ്സ് പ്രോയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്താണ് ഡിഫറൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 100K ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോക്കാം, ഫണ്ടിംഗ് പിപ്സിൻ്റെ പ്രോയിൽ നമുക്ക് $400 ആണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഫണ്ടിംഗ് പിപ്സിലേക്ക് വരുന്ന സമയത്ത് $529 ആയിട്ടുണ്ട് അല്ലേ. ആ ഒരു പേയ്മെന്റ് ചെയ്യുന്ന എമൗണ്ടിൽ നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു 10K എടുക്കലാണെന്നുണ്ടെങ്കിൽ $66 ആണ്, ഫണ്ടിംഗ് പിപ്സ് പ്രോയിലേക്ക് വരുന്ന സമയത്ത് $55 ആണ്. അവിടെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഈ ഒരു ഫീസിലുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ ഫണ്ടിംഗ് പിപ്സ് പ്രോയിലും ഫണ്ടിംഗ് പിപ്സിലും കാണാൻ പറ്റുന്നുണ്ടാവുക. അതേപോലെ നിങ്ങൾ ഈ ഒരു ഫീസിനെ നോക്കിയിട്ട് ഫണ്ടിംഗ് പിപ്സിൽ പ്രോയിലേക്ക് പോകുന്നതിന് പകരം കുറച്ചും കൂടി ഫീസ് ഉണ്ടെങ്കിൽ ഫണ്ടിംഗ് പിപ്സ് തന്നെ എടുക്കാൻ നോക്കി. ഇവിടെ റിസ്ക് നമുക്ക് നോക്കുന്ന സമയത്ത് മാക്സിമം ലോസിന് 6% കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, മാക്സിമം ഡെയിലി ലോസ് 3% ആണ് വരുന്നത്. ഇത് നമുക്ക് മാനേജബിൾ ആണ്. ഓക്കെ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു മാക്സിമം ഡ്രോ ഡൗൺ എന്നുള്ള 6% വളരെ കുറവാണ്. ഓക്കെ, കറക്റ്റായിട്ട് റിസ്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡ്രോ ഡൗൺ അടിച്ച് പോകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫണ്ടിംഗ് പിപ്സിലേക്ക് പോവുക. ഡയറക്റ്റ് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകുന്നതിന് നല്ലൊരു പരിപാടിയാണ് ഈ ഒരു 50% കൺസിസ്റ്റന്റ് റൂൾസും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്കൗണ്ട് ടൈപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും അക്കൗണ്ട് ടൈപ്പിൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇനി കുറച്ച് റൂൾസും കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പിന് നമുക്ക് ന്യൂസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇവാലുവേഷൻ ഫേസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ന്യൂസോ കാര്യങ്ങളോ നോക്കേണ്ടതായിട്ടുണ്ടോ. ദർ ആർ നോ ന്യൂസ് ട്രേഡിംഗ് റെസ്ട്രിക്ഷൻ ഓൺ ഡ്യൂറിങ് ഇവാലുവേഷൻ. നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിൽ സ്റ്റുഡൻറ്റ് ഫേസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇവാലുവേഷൻ ഫേസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂൾസോ കാര്യങ്ങളോ നോക്കേണ്ട, ഐ മീൻ ന്യൂസിൻ്റെ റൂൾസോ കാര്യങ്ങളോ നോക്കേണ്ടതായിട്ടില്ല. പക്ഷെ നമ്മൾ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്, 5 minutes ബിഫോറും ആൻഡ് 5 minutes ആഫ്റ്ററും നമ്മൾ ട്രേഡോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു ന്യൂസ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 6 മണിക്ക് ഒരു ന്യൂസ് ഉണ്ട് എങ്കിൽ 5:55 6:05 വരെയുള്ള ആ ഒരു ടൈമിൽ അതിൽ നമുക്ക് ട്രേഡ് എൻ്റർ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ എൻ്റർ ചെയ്യലോ ക്ലോസ് ചെയ്യലോ ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കണക്ക് കൂട്ടുന്നുണ്ടാവില്ല. ലോസ് ആണെന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടും, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടില്ല. അങ്ങനത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നോക്കുക. അതേപോലെ നിങ്ങൾ 5 മണിക്കൂർ മുന്നേ ആണ് ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ടേക്ക് പ്രോഫിറ്റും അതേപോലെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ട്രേഡ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം തന്നെയാണ് ഈ ഒരു കാര്യം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ആ ഒരു ടൈമിൻ്റെ മുന്നേ ആ ഒരു ന്യൂസ് വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, ബൈ സ്റ്റോപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പ് സൈഡിൽ. ഇപ്പം ന്യൂസ് സമയത്ത് വന്നിട്ട് ഹയർ ലെവലിലേക്ക് പോയിട്ട് നിങ്ങൾ ആ ഒരു ടേക്ക് പ്രോഫിറ്റ് അടിക്കലാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു റൂളും കാര്യങ്ങളും മാസ്റ്റർ അക്കൗണ്ട് വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് സ്പ്ലിറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ന്യൂസിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് IP യുടെ കാര്യങ്ങൾ. നിങ്ങൾ IP യുടെ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു IP ലോഗിൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതേ സെയിം അക്കൗണ്ട് വേറൊരാൾക്ക് കൊടുത്തിട്ട് ട്രേഡ് ചെയ്യാതെ നോക്കാം. ഇപ്പം നിങ്ങൾ എവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു
സിസ്റ്റം കാര്യങ്ങളിലും വെച്ചിട്ട് സെയിം ആ ഒരു ദിവസം തന്നെ നിങ്ങൾ ഒരു IP കാര്യങ്ങളും വേറെ ഒരാൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഗൾഫിൽ, ഞാനിപ്പോൾ കേരളത്തിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്, ഗൾഫിൽ ഒരു പുള്ളിക്ക് അയച്ചു കൊടുക്കലാണ്, അവിടെ നിങ്ങൾ ട്രേഡ് ചെയ്ത് മാറ്റി കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ടെർമിനേറ്റഡ് ആകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ചെയ്യാതിരിക്കാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസിൽ കണക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇപ്പോൾ you can use a multiple device within a same city to trade during the evaluation phase and your master account. നിങ്ങൾക്ക് സെയിം അക്കൗണ്ട് മൾട്ടിപ്പിൾ, ഇപ്പം ഞാൻ ലാപ്പിലും ചെയ്യുന്നുണ്ട് മൊബൈലും ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, അതേ സമയത്തിന് വേറൊരാൾ വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളിലും കൊടുത്തിട്ട് അങ്ങനെ ലോഗിൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ടെർമിനേറ്റ് ആയിട്ട് പോകാനുള്ള, ബ്രീച്ച് ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇൻ കേസ് നിങ്ങൾ മറ്റൊരു സിറ്റിയിലേക്ക് പോക്കാണ്, ഇവർ IP ഇഷ്യൂ പറയലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളെല്ലാം ഇവരോട് സംസാരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇവരുടെ സപ്പോർട്ട് ടീമിനും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതായത് സോൾവ് ചെയ്ത് തരുന്നതാണ്. ജെന്യുവൻ ആയിട്ടുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ. ജെന്യുവൻ അല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും അവർ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ പേ ഔട്ടിൻ്റെ കാര്യം. നമുക്ക് പേ ഔട്ടിന് ഡിമാൻഡ് ഉണ്ട്. ട്യൂസ്ഡേ പേ ഔട്ട് ഉണ്ട്, അതേപോലെ BA വീക്ക്ലി ഉണ്ട്, അതേപോലെ തന്നെ മന്ത്ലി പ്രോഫിറ്റ് സ്പ്ലിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പോൾ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺ സൈഡിൽ പോക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗട്ടോ കാര്യങ്ങളോ അവിടെ പോയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു 2 സ്റ്റെപ്പിൻ്റെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 2 സ്റ്റെപ്പ് കൊടുക്കുന്നു. ഫണ്ട് വിപ്സ് ഉണ്ട്, ഫണ്ട് വിപ്സ് പ്രോ ഉണ്ട്. ഞാൻ ഫണ്ട് വിപ്സ് ചൂസ് ചെയ്യുന്നു. നമുക്കിവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് 8% അല്ല 10%ലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫീസും കാര്യങ്ങളും ഇവിടെ കുറവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, $40 കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡും കൂടി കൊടുക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ആ ഒരു അക്കൗണ്ടിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ 2% എക്സ്ട്രാ ടാർഗറ്റും കാര്യങ്ങളും മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ 100Kയുടെ കേസാണ് ഞാൻ കാണിച്ചത്. ഏതാണ് പ്ലാറ്റ്ഫോം വയ്ക്കുന്നുണ്ട്, പ്ലാറ്റ്ഫോമിൻ്റെ കയറി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് 3 പ്ലാറ്റ്ഫോമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെറ്റാട്രേഡർ 5 ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്, അതേപോലെ തന്നെ സി ട്രേഡർ ഉണ്ട്. ഇത് 3-ൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്, എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് മാച്ച് ട്രേഡറാണ്. ഞാൻ മാച്ച് ട്രേഡർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺസ് ആൻഡ് വ്യൂസ് ഉണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വന്ന് കാണാനെല്ലാം പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടാകും. പർച്ചേസ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ ഡിസ്കൗണ്ട് കൂപ്പണും കാര്യങ്ങളെല്ലാം ഞാൻ ഡൗൺ സൈഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ മറക്കരുത്, ആ ഒരു ഗിവേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഫണ്ട് ബിപ്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പും കാര്യങ്ങളും ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് റൂൾസ് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഫസ്റ്റ് ഗിവ് ആണ് ഞാൻ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും ഇതിൽ ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എല്ലാം നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കവർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ആ 50% കൺസിസ്റ്റൻസി റൂളിൻ്റെ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.